ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വൈറൽ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ഈസി ആയിട്ട് ഒരു കൂന്തൽ നിറച്ചതാണ്. യൂട്യൂബിൽ ഞാൻ കുറേ ഉണ്ടാക്കുന്നില്ല, കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം മാവിന് എത്ര വേണമെന്ന്. പിന്നെ കുറച്ച് ഇഞ്ചി, ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്, അതുപോലെ തന്നെ അത്ര ടേസ്റ്റി ഒരു കൂന്തൽ നിറച്ചയാണ്. പിന്നെ തേങ്ങ ചിരവിയത്, ഇത്ര ഇൻഗ്രീഡിയൻസ് മതി. കുറേ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ പച്ചമുളക് ഇടാം കേട്ടോ. പിന്നെ ഈ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ കൂന്തൽ നിറച്ചതിൻ്റെ യൂട്യൂബ് വീഡിയോ കുറേ ഞാൻ നോക്കിയിരുന്നു. അതിലെല്ലാം എന്ന് പറയുന്നത് വെറും ഒരു കൂന്തൽ വറവിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നതുകൊണ്ട് അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്റ്റൈൽ ഞാൻ കുഞ്ഞുനാളേ തിന്നുന്ന ഭയങ്കര ടേസ്റ്റാണ് ഇത്. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളമാണ് അത് അരച്ചെടുത്തതെന്ന്. നല്ല പേസ്റ്റ് ആക്കിയിട്ട് എന്നാലും ഒട്ടും അടിക്കാതിരുന്നിട്ട്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. പത്തിരിനെല്ലാം യൂസാക്കുന്ന പൊടി അരിപ്പൊടി വേണം. നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കിയ ആ മിക്സില്ലേ, അത് രണ്ടും ഒന്ന് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. നല്ലൊരു സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അതിൽ വെള്ളം കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം എടുക്കുക. പിന്നെ അതിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. കുറച്ച് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലൊരു സോഫ്റ്റ് മാവാക്കി എടുക്കുക. നന്നായി കൈ കൊണ്ട് തന്നെ കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചതിന് ശേഷം നമ്മൾ കൂന്തലിൻ്റെ ഉള്ളിൽ നിറക്കേണ്ട ആ ഷേപ്പിൽ മാവ് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഫ്രണ്ട്സിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കൂന്തലിൻ്റെ ഉള്ളിൽ ഒരു 3/4 ഭാഗം മാവ് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഫുള്ള് നിറക്കുന്നുണ്ട്. അതെൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റീം ചെയ്യുമ്പം കുറച്ചും കൂടി മാവ് ഫ്രണ്ടോട്ട് വരും. അപ്പോൾ എൻ്റെ കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാകും. അതെനിക്ക് വിട്ടുപോയി. എല്ലാം കൂടെ ഞാൻ 3/4 ഭാഗമെന്നിടയിൽ ഇത് പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടാണ്. അപ്പം നല്ലതാ. നിങ്ങൾക്ക് എത്ര വലുപ്പമില്ല, ഒരു ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കൂന്തലാണ്. അപ്പം ഞാൻ കൂന്തലെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോന്നും അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വെക്കുക മാവ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോരോ കൂന്തലിന് ഞാൻ 3/4 ഭാഗം ഇട്ടിട്ട് ഒന്നിൽ ഫുള്ള് കുത്തി നിറച്ചിട്ടുണ്ട്. ആ കുത്തി നിറച്ചതെല്ലാം സ്റ്റീം ചെയ്യുമ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ടൂത്ത് പിക്ക് തന്നെ ഇളകി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൂന്തലെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുന്ന മുമ്പ് ഇതിനൊരു മസാല ഉണ്ടാക്കണം. അപ്പം 2 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളകും, അതുപോലെ തന്നെ ഗരം മസാല, ഒരു 2 ടീസ്പൂണ് ഒലിവ് ഓയിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. ഞാൻ പിന്നെ പൊരിക്കുന്നതിനെല്ലാം അധികം ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യൽ. വേറെ തന്നെ ഒരു ടേസ്റ്റ് വരുന്നു എനിക്ക്. അതുകൊണ്ട് അങ്ങനെ എല്ലാ കൂന്തലും നമ്മൾ ഒരു ടൂത്ത് പിക്ക് വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ആവുന്ന സമയത്ത് നമുക്ക് ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കാം. കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലൊരു ചെറിയൊരു പേസ്റ്റ് രീതിയിൽ ആക്കിയെടുക്കാം. കാരണം അത് സ്റ്റീം ചെയ്ത കൂന്തലിനെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഇതിലേക്കും വെള്ളത്തിന് പകരം യൂസാക്കുന്നത് ഒലിവ് ഓയിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഏത് ഓയിലും യൂസ് ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മളെ കൂന്തലൊന്നും സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. എനിക്ക് എന്തേന്നറിയില്ല, അതിൻ്റെ സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നി. വായിന്ന് വെള്ളം ഊറുന്നു നിങ്ങൾക്ക് ഈ വോയിസ് ഇടുമ്പം. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ആക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടം. അത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റീം ചെയ്ത എല്ലാ കൂന്തലിനും ഒന്ന് നമുക്ക് ആ ഫസ്റ്റ്
അങ്ങനെ എല്ലാ കൂന്തലും നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മസാല. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇത് സ്റ്റീം ചെയ്ത് കൂന്തലായതുകൊണ്ട് നല്ലോണം പൊരിക്കണം എന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പം വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ വൈറൽ കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത്. കാരണം അത്രയും ടേസ്റ്റാണ്, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തണം.